വന്നു മിയാവ് മിയാവ് തിന്മകൻ തീയരിക്കാൻ ജിഞ്ചർ കാറ്റ് വന്നിതാ പതിനിയും തുള്ളിക്കുതിച്ചുമേ ജിഞ്ചർ സാമ്രാജ്യം പണിഞ്ഞി വന്നു വിഷവിറപ്പിച്ചും വാശി കടപ്പിച്ചും ഉഷിരോടെ വരവാണി വന്നു ഈ നാട്ടിൽ പെരുമം നേരം രാവുകൾ ജനമായിടും ഒരു സിംഹമായി തോന്നിയിടും നല്ല കരുത്തുള്ളാടയെ പോലും ജിഞ്ചുക്കൾ കിങ്കായി മാറിയിടും പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ജിഞ്ചു വന്നെത്തിടും കാമലിടും ഒരു നായകൻ പോലവേ വരുമെന്നും ധീരധീരനായി പോരാടുമേ. ജിഞ്ചു കാറ്റ്സിൽ ഇതുവരെ ഒരു ജിഞ്ചു കാറ്റ് ആകാനുള്ള യോഗ്യത തെളിയിക്കാൻ വേണ്ടി ഞാനും പൂവും കൂടെ ഒരു മരത്തിൽ കയറി മത്സരം വെക്കാന്നങ്ങ് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ചെറുക്ക, നിനക്ക് മത്സരിക്കാനായി രാക്ഷസന്മാരുടെ താവളം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോഴാണ് അവിടെ രാക്ഷസന്മാർ വന്നത്. പിന്നെ അവന്മാരെന്നെ നിലന്തുടാതെ അടിക്കായിരുന്നു. പിന്നെ പൂവിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോഴാണ് ബാക്കിയുള്ള ജിഞ്ചു കാറ്റ്സ് ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയത്. മാസ് എൻട്രിയൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾ അവിടെ തന്നെ കിടന്ന് കുറെ അടികൊണ്ടു. പക്ഷെ എന്റെ ബുദ്ധിശക്തി കൊണ്ട് മാജിക് ഗോങ് ടവറിലേക്കുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചു. മാജിക് ഗോങ് ടവർ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. മാജിക് ഗോങ്ങിൽ ഒരൊറ്റ അടി കൊടുത്താൽ മതി, ഈ രാക്ഷസന്മാരൊക്കെ പമ്പ കടക്കും. അല്ല പിന്നെ മാജിക് ഗോങ് വീണ്ടും സൂര്യോദയം ഭാഗം 1. കേയോസിന്റെ കാഠിന്യം കുറഞ്ഞതായി തോന്നുന്നു. അവനെവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇത് നീ എന്താ ഈ ചെയ്യുന്നത്? ഒരു മര്യാദയില്ലേ? ഞാൻ സിയുവിനെ ധ്യാനിക്കായിരുന്നു. ആണോ? ഞാനും അദ്ദേഹത്തെ വണങ്ങട്ടെ. സാറ്റ്, നീ ഇവനെ അനുകരിക്കുകയാണോ? നിനക്കവനത്ര പരിചയമൊന്നുമില്ലല്ലോ. നീ എന്തിനു കരയുന്നത്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സിയുവിനെ കാണണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷമായിരുന്നു. എനിക്കും അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിങ്ങനെ ഓരോന്നും ചെയ്ത സമയം കളയല്ലേ? നമുക്ക് യു ക്യാമ്പിൽ ഒരു സെൽഫി എടുത്താലോ? ഫോട്ടോ. അവരിതുവരെ മാജിക് ഗോങ് കണ്ടെത്തിയില്ലേ? എന്ത്? രാക്ഷസൻ ഇവിടെ എത്തിയോ? നോക്കി നിൽക്കാതെ ഓടിപ്പാ, നമുക്ക് മാജിക് ഗോങ് കണ്ടെത്തി. സമയം കളഞ്ഞത്. അത് കുഴപ്പമാണ്. ആരെങ്കിലും ഇവിടെ നിന്ന് അവരെ തടയണം. ആ കാര്യം ഞാനേറ്റു. ശ്രദ്ധിച്ചു പോ. Oh!
നല്ല സ്പീഡാണല്ലോ. ഇതൊക്കെ എന്ത്? എന്തു പറ്റി? എന്താ നിങ്ങൾ ഇവിടെ നിന്നത്? നീ വരാൻ കാത്തു നിന്നതാ. ഞാൻ കുറച്ച് താമസിച്ചു പോയി, ക്ഷമിക്കൂ. നമുക്ക് പോകാം. മാജിക് ഗോങ്. ഏയ്, എനിക്ക് തോന്നുന്നത് അത് വലിയൊരു ഡ്രം ആണെന്നാണ്. വെറുതെ വളവളാന്ന് സംസാരിക്കാതെ ചാടിക്കാം. എന്ത് കളിയാ? സൂക്ഷിച്ച് നീ ശ്രദ്ധിക്ക്. എടാ ചെറുക്ക, ഇനിയെങ്കിലും നീ നിന്റെ ധൃതി ഒന്ന് കുറയ്ക്കേ. ഇതെല്ലാം വായുവിൽ പൊങ്ങിക്കിടക്കുകയാണല്ലോ. എന്റെ പുറകിൽ നിന്നോളൂ, ഞാൻ ആദ്യം പോയി നോക്കാം. ആരും പേടിക്കണ്ട, എന്റെ പുറകെ നിന്നോ. ഇത് കെണിയാണോന്ന് എനിക്കൊരു സംശയം. എനിക്കൊന്നും പറ്റിയില്ല. നീക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല, എന്നെ നോക്കിക്കോളേ. എന്റെ വലതുവശത്തുള്ള ഡ്രമ്മിലേക്ക് ചാടും. മനസ്സിലായി. എന്റെ കൈ പിടിച്ചിട്ട് എന്നെ കൂടെ താഴെ വീഴ്ത്താനാണോ? ഞങ്ങൾ വിശ്വസിക്കൂ, ഞങ്ങൾക്ക് കൂടുതൽ അനുഭവ സമ്പത്തുണ്ട്. എങ്ങോട്ടാണ് ചാടേണ്ടത്? ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണ്. ഇതാണോ അനുഭവ സമ്പത്ത്? മാജിക് ഒന്നും അവിടെ തന്നെ ഉണ്ട്. എനിക്ക് സിമ്പിൾ ആയിട്ട് അവിടെ എത്താം, നോക്കിക്കോ. ജിഞ്ചു കാറ്റ്സിന് നിന്റെ ഒന്നും സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയാം. എന്നെ വിശ്വാസമില്ലേ നിങ്ങക്ക്? അത് കാര്യമാക്കണ്ട, അവൻ അങ്ങനെ സംസാരിക്കാൻ അറിയാം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം. നോക്ക്, എല്ലാവരും മരവിച്ച് നിക്ക. സംഭവിച്ചില്ലല്ലോ. ഈ മാജിക് ഒന്നും ഉണ്ടാവണമെന്നില്ല. മാജിക് ഒന്നും മുകളിലാണ്, നിങ്ങളെ വെളിച്ചം കാണുന്നില്ലേ? അത് നമ്മൾ അങ്ങോട്ടേക്ക് മാടി വിളിക്കുകയാണ്, കണ്ടോ? എന്ത് വെളിച്ചം? നിനക്കെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. സാറ്റ്, വരൂ, നമുക്ക് ഇവരെ അങ്ങ് അവസാനിപ്പിക്കാം. ഒന്നുകൂടി കൊട്ടിക്കഴിഞ്ഞ രാക്ഷസന്മാരെല്ലാം മരവിച്ചു പോകും. മാറി നിൽക്ക്. ഞാനിപ്പോ കാണിച്ചു തരാം. ഒരു രാക്ഷസം വീണു. അവരെ തടയാനുള്ള വഴികളും നീ ഇല്ലാതാക്കി. ഓ, ഇവനെ ഞാൻ ശരിയാക്കാം. മാജിക് മുകളിലാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. രാക്ഷസന്മാരുടെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം, അല്ലാതെ കെട്ടുകഥ കേൾക്കാനല്ല. എന്നെ വിശ്വസിക്കൂ, മാജിക് മുകളിലുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും അത് എടുക്കാൻ കഴിയും. മാജിക് ഗോങ് കണ്ടെത്താൻ മാസ്റ്ററും പറഞ്ഞിരുന്നു. എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. സാഡിന് ഇവരുടെ കാര്യം ഒന്ന് നോക്ക്. പോവാം. താങ്ക്സ്. ഗോങ് കണ്ടുപിടിക്കൂ.
ഹാർമണി, എനിക്ക് ശക്തി തരൂ. വാടാ പൂച്ചക്കുഞ്ഞുങ്ങളെ. മാജിക് ഗോങ്, ഞാൻ നിന്റെ അടുത്ത് എത്താറായി. ഇതെന്താ ഓടക്കുഴലുകൾ? ചുമ്മാ വായി നോക്കി നിൽക്കാതെ ബാ പോകാം. ഒന്ന് നിൽക്ക്. ഇനി ഇവിടെ എന്താ പ്രശ്നം? ധൃതി കാണിക്കല്ലേ, എന്റെ പുറകിൽ വരൂ. ഇത്തവണ ഞാനൊന്നും ചെയ്തില്ല. എന്നെ തോൽപ്പിക്കാൻ ഒന്നിനും സാധിക്കില്ല. ഇതൊക്കെ നിസ്സാരം. അടിപൊളി. ട്രൂപ്പ് ഹോപ്പിലെ ആദ്യത്തെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ വില നോക്കണ്ടേ? നിന്റെ വാലിൽ തീ പിടിച്ച് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതെ, തീർച്ചയായും. അയ്യോ, നിനക്കെന്തോ തെറ്റ് പറ്റിയതാണ്. നാണക്കേടായല്ലോ. ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ എത്തിപ്പോയി. ജിങ്ജു കാറ്റിൽ ഇനി വരുന്നു. എന്തൊക്കെ വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ മറികടക്കാനുള്ള കഴിവും ബുദ്ധിശക്തിയൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ മാജിക് ഗോങ് നീ തന്നെ മുട്ടി നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോണോ? മിണ്ടാതിരിക്കെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇതെന്താ വർക്കാകാത്തെ? ഇതിന്റെ ഒരു കഷ്ണം കാണുന്നില്ലല്ലോ. ഇതെവിടെയാ പോയേ? അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. മാജിക് ഗോങ് വീണ്ടും സൂര്യോദയം ഭാഗം 2.